വോട്ട് ചെയ്യണം എന്നാണ്. കാരണം ഇതൊരു വലിയ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യം ഉയരുന്നൊരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ജീവിക്കണമെന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ ഒരു സർക്കാർ ഉണ്ടാകണം എന്ന് രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിശബ്ദമായൊരു തരംഗം രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കേരളത്തിൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനങ്ങളുടെ അമർഷവും പ്രതിഷേധവും രോഷവും എല്ലാം ഡോക്ടർ തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണയില് പ്രയാസവും ഭിന്നതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പാവങ്ങളെ ഒന്ന് 1600 രൂപ ഒരു ചെറിയ സംഖ്യയല്ല, രണ്ട് വർഷമായിട്ട് കൃത്യമായിട്ട് കിട്ടി വന്ന തുകയാണ്. അത് ശീലമായി. അതുകൊണ്ട് 28 മാസം ഫണ്ട് മുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ഇന്നത്തെ അനുഭവമാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ 2 കാര്യങ്ങളുണ്ടായി. ഒന്ന്, ക്ഷേമ പെൻഷൻ നൽകി 3 മാസത്തെ. 2, വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നത് തുടരുകയാണ്. വി.ഡി. സതീശന്റെ വാക്കുകളിലേക്ക്. അതെല്ലാം ഒരു പ്രസക്തിയില്ലാതായി മാറുകയും ചെയ്യുന്ന കാര്യം കൂടി കണ്ടു. കേരളത്തിലെ അപ്രസക്തരായ ചില ആളുകൾ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ BJPയിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ച് അട്ടഹസിച്ച ആളാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉള്ള പല CPM ഇടതുമുന്നണി നേതാക്കളും. തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ കണ്ടത് LDFന്റെ കൺവീനർ തന്നെ BJPയിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരുന്നു എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഏത് ആയുധം വെച്ചിട്ടാണ് അവർ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത്, ആ ആയുധം തന്നെ അവർക്ക് നേരെ തിരിയുന്ന വിചിത്രമായ രസകരമായ കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ കണ്ടത്. ഞാനൊരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു, ശ്രീ EP ജയരാജൻ LDFന്റെ കൺവീനറാണോ NDAയുടെ കൺവീനറാണോ എന്ന് ചോദിച്ചത്. നിങ്ങൾ CPM നേതാക്കളുടെ പ്രസ്താവനകൾ നോക്ക്. MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഗുജറാത്തിൽ BJP തൂത്തുവാരും, കോൺഗ്രസ് 100 സീറ്റ് തികയ്ക്കില്ല. അപ്പൊ അവിടെ ആര് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്? കോൺഗ്രസ് 100 സീറ്റ് തികച്ചില്ലെങ്കിൽ ഡൽഹിയിൽ ആര് വരും? BJP വരണമെന്നാണോ CPM ആഗ്രഹിക്കുന്നത്? അപ്പോൾ LDFന്റെ കൺവീനർ മുന്നോട്ട് വന്നവർ BJPയുടെ സ്ഥാനാർത്ഥികൾ ഭയങ്കര മിടുക്കന്മാരാണ്, മിടുമിടുക്കന്മാരാണ്, അവർ വലിയ മുന്നേറ്റം നടത്തും. ഇതെല്ലാം BJPയുടെ പ്രസിഡന്റ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ വി.ഡി. സതീശൻ പ്രതിപക്ഷ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വടകരയിൽ നിന്നൊരു വിവരം വരുന്നു. വടകര ലോക്സഭാ മണ്ഡലത്തിലെ വിലങ്ങാട് വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 2 ബൂത്തുകളിലും മോക്ക് പോൾ തടസ്സപ്പെടുമെന്ന് വാർത്ത വരുന്നു. പാലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 70-72 ബൂത്തുകളിലാണ് വോട്ടിംഗ് യന്ത്രം തകരാറിലായത്. ഇപ്പോൾ അബ്ദുൾ സമദ് സമദാനി മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം അതുപോലെ IB ഈഡൻ എറണാകുളത്ത് നിന്ന് മാധ്യമങ്ങളെ കാണുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണം. എറണാകുളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകുന്നത്. അതിൽ എറണാകുളത്ത് ചരിത്ര വിജയമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ രാജ്യത്തൊരു മതേതര സർക്കാർ അധികാരത്തിൽ വരണം. ഈ രാജ്യത്തിന്റെ ബഹുസ്വരത വാനോളം ഉയർത്തണം. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ സമയത്ത് ചെന്ന എല്ലാ സ്ഥലങ്ങളിലും പൊതുവിലുണ്ടായ ചെറുപ്പക്കാരുടെ ഇടയിലാണെങ്കിലും എല്ലാ വിഭാഗം ആളുകളുടെ ഇടയിലാണെങ്കിലും ആ ഒരു മെസ്സേജാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനെതിരെയും നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും നേതാക്കന്മാരൊക്കെ ഇന്ന് വിജയകുമാർ നേരത്തെ തന്നെ വന്ന് കനത്ത ചൂടും കടുത്ത സമ്മർദ്ദവും രാവിലെ വോട്ട് ചെയ്തിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? ഇന്ന് ഒരു ചെറിയ നെഞ്ചിടിപ്പാണോ, ഒരു മെഗാ നെഞ്ചിടിപ്പാണ് എന്നുള്ള മ്യൂസിക് ഇന്ന് ഏറ്റവും കൂടുതൽ അവർക്ക് അവരുടെ നെഞ്ചിടിപ്പിന്റെ തള്ളല് കൂട്ടും. കേൾക്കുന്നുണ്ട് താഴപ്പള്ളി JB സ്കൂളിൽ വലിയ ഭീകര തിരക്ക്, വൻ തിരക്കാണ് പറയുന്നത്. അതെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകളൊന്നും നമ്മൾ മിസ് ചെയ്യില്ല. നിങ്ങൾക്ക് അറിയുന്നത് പോലെ നമ്മുടെ സ്ക്രീനിന്റെ ഏറ്റവും താഴ്ഭാഗം, അതായത് ടിക്കർ പ്രദേശത്ത് നമ്മൾ വാർത്തകൾ കൊടുക്കുമ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളെ കാണുന്നു. എന്റെ തത്സമയ സംപ്രേഷണം. ആത്മവിശ്വാസത്തോടെയാണ് ഈ പോളിംഗിനെ ഐക്യ ജനാധിപത്യ മുന്നണി കാണുന്നത്. ലോക്സഭയിലേക്ക് 20 സീറ്റുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ജനങ്ങൾ അത്രമാത്രം ഈ ഇലക്ഷനെ കാത്തിരിക്കുകയാണ്. രാജ്യത്തൊരു ഭരണമാറ്റം അത് അനിവാര്യമാണ്. അനുദിനമുള്ള സംഭവവികാസങ്ങൾ
അത് ജനങ്ങളെ കൂടുതൽ അതേക്കുറിച്ച് ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി കേന്ദ്രത്തിലും മറ്റും നടന്നു വരുന്ന പ്രതിഭാസങ്ങൾ അത് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതെല്ലാം തന്നെ ഇന്ന് വോട്ടായിട്ട് മാറും. ആ ഒരു നല്ല ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അതൊക്കെ തീർന്നല്ലോ. അതൊക്കെ ഇന്നിപ്പോൾ അതൊന്നും അല്ലല്ലോ വിഷയം. ഇന്നിപ്പോൾ തങ്ങൾ പറഞ്ഞ അതാണ് വിഷയം. ഇന്ത്യ രാജ്യത്ത് കടുത്ത വിഭാഗീയതയും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടർ ഇറങ്ങുമ്പോൾ മറ്റെല്ലാ വിഷയങ്ങളും അതിൻ്റെ പിറകിലാണ്. അപ്പോൾ കോൺഗ്രസിനെ പോലെയുള്ള ഇന്ത്യ മുന്നണിയെ പോലുള്ള കക്ഷികൾ അധികാരത്തിൽ വരാതിരുന്നാൽ ഉള്ള അപകടം, കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കണം. അതാണ് ഇന്നത്തെ ആവശ്യം. അവർക്ക് മാത്രമേ ഒരു പകരം ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇവിടെ തങ്ങൾ പറഞ്ഞത്. മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് വല്ല മറ്റ് ഘട്ടത്തിൽ ചർച്ച ചെയ്യുക എന്നല്ലാതെ ഇന്ന് ഇന്ത്യക്കാർ മുഴുവൻ, വോട്ടർമാർ മുഴുവൻ ചിന്തിക്കുന്ന ഒരേ ഒരു വിഷയമുള്ളൂ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം, ഇന്ത്യയെ രക്ഷിക്കണം. ഈ ലാസ്റ്റിലെ ട്രെൻഡ് എങ്ങനെയാണ് കാണുന്നത് കേരളത്തിലെ? പി.കെ. കുഞ്ഞാലിക്കുട്ടി, ഇപ്പോൾ നമ്മുടെ ഇ.പി. ജയരാജൻ അദ്ദേഹമായിരുന്നല്ലോ ഇന്നലെ നിറഞ്ഞു നിന്നത് അല്ലേ? അദ്ദേഹം വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്നതിന്റെ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒന്നിച്ചാണ് അദ്ദേഹം പാണക്കാട് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയത്.